നമ്മളോടൊപ്പം സജിച്ചേട്ടനുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോടിക്കുളം, അതായത് പടിഞ്ഞാറേ കോടിക്കുളം, തൊടുപുഴ താലൂക്ക്, കോടിക്കുളം വില്ലേജ്, അതായത് ചന്ദ്രപ്പള്ളി ദേവി ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. നമ്മുടെ ഒപ്പം സജിച്ചേട്ടനുണ്ട്. സജിച്ചേട്ടനോട് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. സജിച്ചേട്ടാ നമസ്കാരമുണ്ട്. സജിച്ചേട്ടാ നമസ്കാരം. സജിച്ചേട്ടാ, ഇത് എത്ര നാളായി സജിച്ചേട്ടൻ ഈ തണ്ണിമത്തൻ കൃഷിയിലേക്ക് വരാൻ തുടങ്ങിയിട്ട്? തണ്ണിമത്തൻ കൃഷി എനിക്കൊരു 2-3 വർഷമായിട്ട് ഈ യൂട്യൂബിലൊക്കെ കണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾക്കിടെ ഈ പ്രദേശത്തെങ്ങും ഇത് നട്ട് കാണാത്തത് കാരണം നമുക്കിത് നട്ടാൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു കൗതുകവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കണയാണ്. ഈ വർഷമാണ് ഇത് നടാനായിട്ട് എനിക്ക് സാധിച്ചത്. ഇതിൻ്റെ വിത്ത് എവിടെ നിന്നാണ്? വിത്ത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുകയാണ് ഇത്. ഒരു സീഡിന് എന്നാ വില വന്നുണ്ട്? ഏകദേശം ഒരു സീഡിന് 5 രൂപ 50 പൈസ വെച്ച് 5 രൂപ വെച്ച് നമുക്ക് ഇവിടെ വന്നപ്പോൾ ആയി. ഇത് ഓൺലൈൻ വഴി അയച്ചു വരുത്തുവാണ്? ഓൺലൈൻ വഴിയല്ല, എൻ്റെ സുഹൃത്ത് മുഖാന്തരം എടുക്കുകയത്. അതല്ലേ. ഇത് സീഡ് ഏത് ഇനത്തിൽപ്പെട്ടത്? ഇതിപ്പോൾ കിരൺ എന്ന് പറഞ്ഞ വിത്താണ് എടുത്തേക്കണേ. മറ്റേ ആ വെള്ള വരെയുള്ളത് അതിന് ചെറിയൊരു മാർക്കറ്റിൽ ഡിമാൻഡ് കുറവുള്ളത് കാരണം നമ്മൾ കിരണാണ് എടുത്തേക്കണത്. അതായത് ഇവിടെ 2 ടൈപ്പ് തണ്ണിമത്തം കണ്ടല്ലേ? 2 ടൈപ്പ്. അതായത് ഈ കളറ് ഒരു തണ്ണിമത്തനും അതുപോലെ തന്നെ റൗണ്ടായിട്ട് ബോൾ പോലെ, നമ്മൾ ബാസ്കറ്റ് ബോൾ പോലെ ആ ടൈപ്പ് 2 ടൈപ്പ്. ഇത് നട്ടിട്ട് എത്ര നാളായി ചേട്ടാ? ഇതിപ്പോ മാർച്ച് മാസം 2-ാം തീയതിയാണ് നട്ടത്. നമുക്ക് ഇത് മാർച്ച് 2-ാം തീയതി. ശകലം കൂടെ നേരത്തെ നടാമായിരുന്നു. നടാത്തെ അത് ചെറിയ സാങ്കേതികമായിട്ടുള്ള താമസം വന്നത് കാരണമാണ് നമുക്കത് നടാൻ സാധിക്കാതെ വന്നത്. അതെ. ഇപ്പം നട്ടിട്ട് ഇപ്പൊ എത്ര ദിവസമായി? മാർച്ച് 2-ാം തീയതി ആകുമ്പോഴത്തേനും ഇന്നിപ്പം മാർച്ച് 2-ാം തീയതി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നിപ്പോ 15-ാം തീയതി ആയില്ലേ? 40 ദിവസം. 40 ദിവസം കഷ്ടിയാവണം. 40 ദിവസം എടുത്തു. അപ്പൊ 26-ാമത്തെ ദിവസം ഇത് കായായി. 26-ാം ദിവസം തൊട്ട് കായായി. അതായത് ഞാൻ അറിഞ്ഞു, അതായത് നമ്മളിത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5-8 ദിവസത്തിന് ശൈശവ ഒരവസ്ഥയിലായിരിക്കും. അതായത് ഇത് വിത്ത് മുളച്ചിട്ടുണ്ടോ, മുളച്ച് വരുമോന്ന് നമ്മൾ കാരണം ഇത്ര വില ഒരു വിത്തിന് 5 രൂപ 5.5 രൂപ മുടക്കിയിട്ട് നമ്മളെ ഇതിലേക്ക്. അപ്പൊ എത്ര രൂപയുടെ വിത്തുണ്ട് ചേട്ടാ ഈ തോട്ടത്തില്? ഇതിന്റെ അകത്ത് 5000 ചില്ലുവാനും കുഴികളുണ്ട്. 5000 ഒരേക്കർ സ്ഥലമാണ്. 5500-ലധികം കുഴികൾ ഉണ്ട്. അപ്പൊ ഇത് അതായത് നമ്മൾ ഇത് കുഴികൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചെറിയ? ഞാൻ ഫസ്റ്റ് ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കാടെല്ലാം ക്ലിയർ ആക്കി JCB കൊണ്ട് കിളപ്പിച്ചു. കിളച്ച് കഴിഞ്ഞിട്ട് JCB കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഏരി കണക്ക് ഇങ്ങനെ ഒരു കപ്പയുടെ ഒരു ഏരി കണക്ക് ചെറിയ വണ്ടിക്കാണോ? ചെറിയ വണ്ടിക്ക് ചെറിയ കിറ്റാച്ചിക്ക് അത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇറിഗേഷൻ ഇതിന്റെ അകത്ത് നടത്തി. ട്രിപ്പ് ടേപ്പാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഉപയോഗിച്ചേക്കണത്. അതെല്ലാം നമ്മൾ സ്വന്തം തന്നെയാണ് ചെയ്തത്. അതായത് ഈ ടേപ്പ് എന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. കാരണം അത് ഈ അതായത് ചേട്ടൻ ഇവിടെ ഈ തോട്ടത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് മോട്ടർ ഇരിക്കുന്നത്. ചേട്ടൻ അവിടുന്ന് മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തില് അല്ലേടാ മൊത്തം ഈ തോട്ടം മൊത്തം ഫുള്ളായിട്ട് നനയ്ക്കുന്ന ഒരു സംവിധാനമാണ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ചേട്ടൻ ഈ ട്രിപ്പ് ഇറിഗേഷന്റെ വർക്ക് കൊണ്ട് ഇങ്ങനെ ഒരു, അതായത് വേറെ പുറത്താണെങ്കിലും ചേട്ടന് ഇങ്ങനെയുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതായത് ചേട്ടാ ഈ 5000-ലധികം കുഴികളുണ്ടെന്ന് പറഞ്ഞല്ലോ, അല്ലേ? അതായത് ഈ കുഴികൾ ചേട്ടൻ ഈ 2 സൈഡും ഇങ്ങനെ കപ്പ മാടുന്ന പോലെ, ചെറിയ കപ്പകളെ മുമ്പിൽ പോലെ മാടി, അത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് ചെറുതായിട്ട് അതായത് ഒരു കൈപ്പത്തി ഇറങ്ങി നിൽക്കാൻ പാകത്തിന് ചെറിയ തടങ്ങൾ പോലെ എടുത്തു. ഒരു ചാല് കണക്കുണ്ടാക്കി നമ്മുടെ ട്രിപ്പ് ടേപ്പ് അതിൻ്റെ അകത്ത് കിടക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ട്രെയിൽ കാണിച്ചു കഴിഞ്ഞിട്ട് ഈ വെള്ളം കറക്റ്റായിട്ട് ചാടണ അതിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് നമ്മൾ ചെറിയ പയർ കടന്ന രീതിയിലുള്ള ഒരു തടം. ആ തടത്തിൻ്റെ അകത്ത് 3 വിത്ത്. അതായത് സുഹൃത്തുക്കളെ, ഈ ട്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പം ഇത് ഈ സംഭവം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ലൈനും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം അല്ലേ? കാരണം നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയ പൈപ്പ്, അതായത് വാട്ടർ ലെവലിന്റെ ഹോസ് പോലെയുള്ള, ഞാൻ ഡീറ്റെയിൽ ഹോസൊക്കെ കാണിച്ചു തരാം. ഈ വാട്ടർ ലെവലിന്റെ കുഴല് പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര അടി മാറിയ പിന്നെ അടുത്തത് വരുന്ന അടുത്ത ഏരിയയുടെ സെൻട്രൽ പോർഷനിൽ കൂടെയാണ് അടുത്ത ലൈൻ. അതായത് ഓരോ ഏരിയയും തമ്മിലുള്ള അകലം പറഞ്ഞൊരു 4 അടി അകലമുണ്ട്. ഇതിപ്പോ ഒരു 37-40 ഏരിയയോളം ഉണ്ട്. സുഹൃത്തുക്കളെ, ഇത് ഈ കാണുന്നത് മൊത്തം തണ്ണിമത്തനാണ്. ഇത് കണ്ടോ? ഇങ്ങനെ ചേട്ടാ ഇത് കണ്ടോ? എല്ലാ മുട്ടിനും കായ്ച്ചിട്ടുണ്ട് കൂട്ടുകാരെ. ഇതിപ്പോ നനച്ച് വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ള മോട്ടർ ഇട്ടേക്കുവാണ്. ഈ രീതിയിൽ വെള്ളം വരും. നമുക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ? ഈ രീതിയിൽ ഇതിന്റെ അകത്തേക്ക് വെള്ളം കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ടോ? ഇതുണ്ടോ? അതായത് ആ കാണുന്നതാണ് ചേട്ടൻ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ചേട്ടന് ഈ വലിയ പൈപ്പിൽ കൂടെ വെള്ളം വന്നിട്ട് പിന്നെ ചെറിയ പൈപ്പിലേക്ക് വരും അല്ലേ ഇടാം. അതായത് നമ്മൾ മെയിൻ പൈപ്പിന് ഉപയോഗിച്ചേക്കണത് 2 ഇഞ്ച് പൈപ്പാണ് ഉപയോഗിച്ചേക്കണത്. ടർബൈനായിട്ട് ഉപയോഗിച്ച
ഇത് മെയിൻ പൈപ്പ്. ഇതാണ് ഈ കാണുന്നതാണ് മെയിൻ പൈപ്പ്. അത് ഈ പൈപ്പേന്ന് പിന്നെ ഈ പൈപ്പേന്ന് നമ്മൾ സബ്മൈനായിട്ട് 1.5 ഇഞ്ചിന്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതേന്ന് പിന്നെ 1.5 ഇഞ്ചിന്റെ പൈപ്പിലേക്ക് കൊടുത്തു. അതെ, അത് ഇതിങ്ങനെ ഈ പൈപ്പ് മെയിൻ പൈപ്പ് പോയിട്ട് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ടീ കണക്ക്, അതായത് ഇത് ഈ പോർഷൻ സെന്ററിൽ ചെന്നിട്ട് ബാക്കി സ്പ്ലിറ്റ് ചെയ്യുമല്ലേ? അതെ അതെ അതെ. രണ്ട് സൈഡിലായിട്ട് 1.5 ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ട് ആ 1.5 ഇഞ്ച് പൈപ്പേന്നാണ് നമ്മൾ ടേപ്പ് കൊടുത്തേക്കുന്നല്ലേ? അതായത് ഇത് എത്ര മണിക്കൂർ നേരത്തേന് ഇത് ഈ മോട്ടർ ഓൺ ആക്കി? ഇപ്പൊ ഓൾറെഡി മോട്ടർ ഓൺ അല്ലേ? 30 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഓൺ ആക്കാം. 30 മിനിറ്റ്. അതായത് ഇതുണ്ടോ, ജസ്റ്റ് നമ്മൾ സിറിഞ്ചിന്റെ അകത്ത് വെള്ളം സ്പ്രേ ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായിട്ട് ഇതുണ്ടോ, ഇതൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, സിറിഞ്ചിന്റെ അകത്ത് വെള്ളം സ്പ്രേ ചെയ്യുന്ന പോലെ ഈ പൈപ്പിന്റെ രണ്ട് സൈഡിലേക്കും, അതായത് ഏട്ടാ 2 നാനോ ഹോളാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും. ഇതുപോലെ തന്നെ വെള്ളം ഇങ്ങനെ ഇതുപോലെ തന്നെ വെള്ളം 2 സൈഡിലേക്കും, അതുപോലെ തന്നെ അപ്പുറ സൈഡിലേക്കുണ്ട്. അപ്പോൾ കൃത്യം ഇത് ഇവിടെയാണ് ചെടിയുടെ ചോട് നട്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ തണ്ണിമത്തൻ്റെ ചോട്. ഒരു ചോട്ടിൽ എത്ര അരി ഇടുന്നുണ്ട് ചേട്ടാ? 3 വിത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ വിത്ത് നമ്മൾ നേരിട്ട് ചേട്ടൻ വിത്ത് മേടിച്ചിട്ട് വെള്ളത്തിൽ ഇത് കുതുക്കുക അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് മേടിച്ചിട്ട് 1 മില്ലി ഏകദേശം 1 ലിറ്റർ വെള്ളത്തിലേക്ക് എന്നുള്ള രീതിയിൽ ആ സാധനം 2-3 മില്ലി ഒഴിച്ചു കഴിഞ്ഞിട്ട് തലേ ദിവസം ഒരു 8 മണിക്കൂറോളം നമ്മൾ ഈ വിത്ത് സീഡ് അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചു. അതെ, ഒന്നോടെ ഒന്ന് പറഞ്ഞു ഈ കാര്യം. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് മേടിച്ചിട്ട്, ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും മേടിക്കാൻ കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് 2-3 മില്ലി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക 1 ലിറ്റർ വെള്ളത്തിലേക്ക്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ സീഡ് അതിൻ്റെ അകത്തേക്ക് ഏകദേശം 8 മണിക്കൂർ നേരം മുക്കി വെച്ചു. 8 മണിക്കൂർ വെള്ളത്തിൽ കിടന്നു. അതിനുശേഷം അത് തുണിക്കകത്ത് വാരി കെട്ടി പിറ്റേ ദിവസം രാവിലെ നടുകയും ചെയ്തു. അതെല്ലേ? ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വിദഗ്ധ ഉപദേശം നൽകിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അതായത് നമ്മൾ ഈ വിത്ത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ അത് ഇട്ട് വെച്ച് ഇപ്പൊ നമ്മൾ ഇന്ന് വൈകിട്ട് ഇട്ട് വെക്കുവാന്ന് വിചാരിക്കും. വൈകിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുക്കാം. രാവിലെ എടുത്തിട്ട് നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ കോട്ടൻ തുണിക്കകത്ത് കെട്ടി വെക്കുക. ആ കോട്ടൻ തുണിക്കകത്ത് തോർത്തിന്റെ അകത്തോ അല്ലേ? അല്ല, നല്ല കോട്ടൻ തുണിക്കകത്തോ കോട്ടൻ തുണി ഒന്ന് നനച്ച് ഒന്ന് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കോട്ടൻ തുണിക്കകത്തേക്ക് ഇട്ട് കെട്ടി വെക്കുക. എത്ര മണിക്കൂർ കെട്ടി വെക്കണം? അങ്ങനെ കൃത്യമണിക്കൂറൊന്നുമില്ല. രാവിലെ പണിക്കാർ തന്നെ ആ നടാനായിട്ട് വന്ന സമയം വരെ കെട്ടി വെക്കുക. അതിനുശേഷം അവർക്കിടെ കയ്യിലേക്ക് നടാനായിട്ട് വിത്ത് കൊടുക്കുക. ഒറ്റ ദിവസം കൂടി ഈ പറഞ്ഞ ഇത് കംപ്ലീറ്റ് നട്ടു. അതെല്ലേ? അതായത് ഈ 5500 തടത്തിക്കൂടെ ഏകദേശം 15,000-ഓളം വിത്ത് സീഡ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തടത്തി 3 വെച്ച്. ഒരു വിത്തിന് 5 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ 5 രൂപ ആ രീതി റേഞ്ചിലേക്കൊക്കെ വിത്തിന്റെ വില വരും. അതായത് ഇപ്പോഴത്തെ ഒരു കടലമിഠായിയുടെ പൈസയായി 5 രൂപ എന്ന് പറയുന്നത്. നമ്മള് കാരണം മണ്ണിലൊക്കെ ഇതൊക്കെ ഇപ്പൊ മുട്ടായിട്ട് കാച്ചു വന്നേക്കണേ. എല്ലാ മുട്ടിനും ഉണ്ട് കേട്ടോ. അതെ സുഹൃത്തുക്കളെ, ഇത് എല്ലാ മുട്ടിനും കായ്ച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വേറെ ഒരു വെറൈറ്റി അല്ലേ? വരെയുള്ളത്. കാരണം ബാക്കിയുള്ളതെല്ലാം വേറെ ആ ടൈപ്പ് ഇതുണ്ട്. ഈ ടൈപ്പ് ഇത് ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് വന്നു വെച്ചാൽ അവര് സീഡ് തന്നു കഴിഞ്ഞപ്പോ അതിന്റെ അകത്ത് വന്ന എന്തോ ഒരു മാറ്റം ആയിരിക്കും. വിത്ത് പോലെ. ഇത് എത്ര അവര് പറഞ്ഞേക്കുന്നത് എത്ര കിലോയാണ് ഒരു തണ്ണിമത്തൻ അവർ പറയുന്നത്? 5 കിലോ തൊട്ട് 6 കിലോ തൊട്ട് താഴത്തേക്ക് വരും എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം 6 കിലോ എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു കുടുംബത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള കൊടുക്കാനായിട്ട് ഒരു ഫാമിലിക്ക് ഉണ്ടാകാനായിട്ട് 6 കിലോ നടുവേ പൊളന്നു കഴിഞ്ഞാൽ 1-2 ദിവസം ഉപയോഗിക്കാനും പറ്റും. അതായത് ഫ്രിഡ്ജിനകത്തോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം. ചേട്ടാ, ഇത് നട്ടപ്പം ചേട്ടനെ ഈ തടത്തിക്കൂടെ എന്തൊക്കെയാ വളങ്ങളായി ചെയ്ത് ആ കാര്യങ്ങളോടൊന്ന് പറയുമോ? നട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ടാറ്റയുടെ ജൈവവളമാണ് മേടിച്ചിട്ടത്. ടാറ്റയുടെ ജൈവവളം മേടിച്ചിട്ടു. അതിൻ്റെ ചാക്ക് ഇവിടെ ഇരിപ്പുള്ളൂ, വളം തീർന്നു പോയി. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. അതായത് ടാറ്റയുടെ ജൈവവളം മേടിച്ചിട്ട് അല്ലേ? ടാറ്റയുടെ ജൈവവളം ഒരു ചൂട്ടില് ഈ ടാറ്റയുടെ ജൈവവളം എന്ന് പറഞ്ഞാൽ എത്ര കിലോ ഉണ്ട് ഈ ജൈവവളം? അതൊരു ചാക്ക് 40 കിലോ. ഒരു ചാക്ക് 40 കിലോ ഉണ്ടല്ലേ? അതെ. അപ്പം ഒരു ചോട്ടിക്കൂടെ എത്ര കിലോ വളം വെച്ചിട്ട് ചേട്ടാ? ഏകദേശം 1/2 കിലോ വളത്തോളം ഇട്ടിട്ടുണ്ട്. അതായത് സുഹൃത്തുക്കൾ, അതായത് ടാറ്റയുടെ ജൈവവളമാണ് ഇട്ട ചേട്ടാ. ഈ ടാറ്റയുടെ ജൈവവളത്തിൽ എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത്? എന്തെല്ലാം ഘടകങ്ങൾ? ഒരു മിനിറ്റ്, ഞാൻ ആ ചാക്ക് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, കണ്ണെന്താളിക്കുന്ന കാഴ്ചകളാണ്. വളരെയധികം സന്തോഷം തോന്നുന്നു സുഹൃത്തുക്കളെ. കാരണം ഇങ്ങനെയുള്ള കൃഷിക്കാരെ നമ്മൾ അഭിമാനിച്ചേ പറ്റുള്ളൂ. കർഷകനെ നമ്മുടെ നാട്ടിലെ മൊത്തത്തിൽ തഴയുന്നൊരവസ്ഥയാണ്. കർഷകനെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ വിപണി കൊടുത്തു കഴിയുമ്പോൾ വിലയില്ല. ഇപ്പം ഞാൻ പറയാതെ ഈ ചേട്ടന് ഇപ്പം 15 രൂപ. ഇപ്പം എത്ര രൂപ ഉണ്ട് ചേട്ടാ തണ്ണിമത്തന്? ഇപ്പം തണ്ണിമത്തന് മാർക്കറ്റിൽ നിന്ന് കിട്ടണേ 25 രൂപയ്ക്ക്. 25 രൂപ നമ്മുടെ മാർക്കറ്റിലുണ്ടെങ്കിൽ അവർ 30 രൂപയ്ക്ക് കൊടുക്കുന്നില്ലേടാ? അതെ. 30 രൂപ.
ഇതാണ് ടാറ്റയുടെ ജൈവവളം. സുഹൃത്തുക്കളെ, ഇതാണ് ടാറ്റയുടെ ജൈവവളം. അതിന്റെ ഇതിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഇവിടെ വന്നപ്പം ചേട്ടനോട് ചോദിച്ചപ്പം ഇതിന്റെ എങ്ങനെയായിട്ട് ഇത് മേടിച്ചത്? ഞാൻ നമ്മുടെ തൊടുപുഴയിൽ നിന്ന് മേടിക്കും. തൊടുപുഴയിൽ നിന്ന് മേടിച്ചതല്ലേ? നമുക്ക് ഇതിന്റെ 12 ആക്കോളം ഇതിന്റെ അകത്ത് ചേർത്തേക്കണ സാധനങ്ങളുണ്ട്. ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടോ? ജസ്റ്റ് നിർത്തത് എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ? ജൈവ പൊട്ടാഷ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് കാരണമാണ് ഞാൻ മെയിനായിട്ട് അത് വാങ്ങിച്ചത്. അതെല്ലേ? അതെ. പിന്നെ ഇതിന്റെ അകത്ത് വളം നമ്മൾ ട്രിപ്പ് വഴിയാണ് കൊടുക്കുന്നത്. വെഞ്ചറി പൈപ്പൊക്കെ വെച്ചിട്ട് ട്രിപ്പ് വഴിയാണ്. വേറെ ഇത് ട്രിപ്പ് വഴി എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഇതിന്റെ അകത്തോടെ? ഇതിന്റെ അകത്തേക്ക് വളം മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. വേറെ ജൈവവളം കലക്കിയിട്ട് അതിന്റെ അകത്ത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ സാധനം കൊടുക്കും. അങ്ങനെയാ വിടുന്നല്ലേ? ഓക്കെ. പിന്നെ ഇതിന്റെ അകത്ത് അതായത് ഇപ്പം നമ്മൾ നടാൻ നേരത്ത് നമ്മൾ ഇത് തടം ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേന് 1/2 കിലോ ഇതുപോലെ ജൈവവളം നമ്മൾ ഈ മണ്ണിലിട്ട് മിക്സ് ചെയ്തു. ആദ്യമേ വേരും സംഭവങ്ങളും കല്ലെല്ലാം മാറ്റിയതിന് ശേഷം ചെറിയ JCBക്ക് തടം ഉഴുത് തടം റെഡിയാക്കിയതിന് ശേഷം ചെറിയ രീതിയിൽ തടം നമ്മൾ ക്രമീകരിച്ചു. അതിനുശേഷം നമ്മൾ വിത്ത് വെച്ചു. അതിന് മുമ്പ് ഇറിഗേഷൻ ചെയ്തല്ലേ? ഇറിഗേഷൻ ചെയ്ത് കറക്റ്റ് ഈ കുഴിയിലാണോ വെള്ളം വീഴണമെന്ന് നമുക്ക് അറിയണമല്ലോ. എന്നിട്ടാണ് നമ്മൾ ഈ വിത്ത് വെക്കാനുള്ള സംവിധാനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന്റെ pH ലെവൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യാഗ്രോയുടെ ഭൂവസ്ത്ര എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യാഗ്രോയുടെ. അപ്പൊ ആ ഭൂവസ്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനോ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ചേട്ടൻ സ്വന്തമായിട്ട് തന്നെ അറിയാം pH ലെവൽ നോക്കാനായിട്ട്? pH ലെവൽ നോക്കാനായിട്ട് നമുക്കറിയാം, പക്ഷെ 7.5 ഒക്കെ മതി. അപ്പൊ ആ രീതിയിലത്തേക്ക് അത് വരും. അവര് എൻ്റെ കൂട്ടുകാരെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് അല്ല ഡിഗ്രി തലങ്ങളിൽ പഠിച്ച ഒരാളോട് pH ലെവൽ അറിയാമെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവോ ഏട്ടാ? അറിയത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തലങ്ങളിൽ pH ലെവൽ എങ്ങനെയാണ് എടുക്കേണ്ടത്, അതെങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഇതുപോലെയുള്ള ചേട്ടന്മാർ വഴിയാണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. സ്കൂളിൽ ഇത്രയും കാലം വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് എനിക്കിത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരു പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ സ്കൂൾ തലങ്ങളിൽ നിന്ന് ആരെയും കുറ്റം പറയുന്നതല്ല, ഈ വിദ്യാഭ്യാസമൊക്കെ ഒന്ന് പൊളിച്ചെടുക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞിരിക്കുന്നു. ശരിയാണ് ചേട്ടാ? ശരിയാണ്. പ്രോപ്പർട്ടിക്ക് മറ്റേ ജപ്പാനീസ് സാമ്പത്തിക വിദഗ്ധം പറഞ്ഞേക്കണ കണക്ക് പണക്കാരനാവണമെങ്കിൽ സ്കൂളിൽ പോകരുതെന്ന് പറഞ്ഞേക്കണ ഒരു പുസ്തകം ഇറക്കിയില്ല പുള്ളി. അതായത് നമ്മള് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മൊത്തത്തിൽ പാടെ പൊളിച്ചടുക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃഷിക്കാരൻ്റെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ നമുക്ക് മൊത്തത്തിൽ ഇന്ന് എല്ലാ രീതിയിലേക്കും ഒരു മാറ്റം വരുള്ളൂ. കൃഷിരംഗത്തൊക്കെ ആരും വരുന്നത് കാരണം ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ്സും സ്കൂൾ തലങ്ങളിൽ കൊടുക്കാതെ വരുമ്പോൾ പുതിയ പിള്ളേർ ആരെങ്കിലും ഉണ്ട് കേട്ടാ? ഇപ്പോൾ ഒരു 10, 40, 35 വയസ്സിന് താഴേക്കുള്ള ആരും ഈ ഭൂമിയിൽ അല്ലെങ്കിൽ 40 വയസ്സിന് താഴേക്കുള്ള ആരും മണ്ണിനോട് മല്ലടിക്കാൻ തയ്യാറില്ല. ഈ വെയിൽ കൊള്ളാൻ തയ്യാറില്ല. വെയിലുള്ള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആരോടും നുണ പറയേണ്ട കാര്യമില്ല. ഉള്ള സാധനം എത്ര സങ്കടങ്ങൾ ഉണ്ടല്ലോ ഈ കൃഷി സ്ഥലത്തോടെ വന്ന് നമ്മൾ ഭയങ്കര സന്തോഷം. നമ്മൾ ടൂർ പോയി കഴിഞ്ഞാൽ എത്ര സന്തോഷം കിട്ടില്ല. അതന്നെ. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്ന സാധനം വെച്ചാൽ കീടനാശിനി എന്ന് വെച്ചാൽ വേപ്പെണ്ണ സ്പ്രേ ചെയ്തിട്ടേ ഉള്ളൂ. വേപ്പെണ്ണ മാത്രം നമ്മൾ ഷാമ്പും കൂട്ടി. വേപ്പെണ്ണ എങ്ങനെയാ ഇതിന്റെ അകത്തോടെ നമ്മള്? ഇത് പടരണതിന് മുമ്പാണ് നമ്മൾ സ്പ്രേ ചെയ്തിരിക്കുന്നത്. അതെല്ലേ? വേപ്പെണ്ണ പടരണതിന് മുമ്പ് നമ്മൾ കംപ്ലീറ്റ് വേപ്പെണ്ണ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഒരേക്കർ സ്ഥലത്തേക്ക് എന്തേരി വേപ്പെണ്ണ നമ്മള് ഇത് ഞാനൊരു 2 ലിറ്റർ മേടിച്ചു. 2 ലിറ്റർ. അതായത് സുഹൃത്തുക്കളെ 2 ലിറ്റർ വേപ്പെണ്ണ എത്ര പ്രാവശ്യം സ്പ്രേ ചെയ്തേട്ടാ? ഞാനൊരു 3 പ്രാവശ്യം സ്പ്രേ ചെയ്തു. 2 ലിറ്റർ വേപ്പെണ്ണ 3 പ്രാവശ്യമായിട്ട് മൊത്തം 2 ലിറ്റർ. അതായത് 3 പ്രാവശ്യം അടിയാടന് അതായത് ഈ തണ്ണിമത്തൻ തോട്ടത്തിൽ 3 സ്പ്രേ നടത്തി. അത് എത്ര 10 ദിവസം ഇടപെട്ടായിരിക്കും അല്ലേ? ഒരു 8 ദിവസം ഇടപെട്ട് ഗ്യാപ്പിൽ ഞാൻ സ്പ്രേ എടുത്തു. ഒരു ചെറിയ പ്രാണി ഇതിന്റെ മുകളിൽ കൂടെ ഉണ്ടായിരുന്നു. ആ തണ്ണിമത്തന്റെ ഇതുണ്ട്. ഇപ്പൊ അത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്ത് സ്പ്രേ ചെയ്യാൻ കയറാനായിട്ട് സാധിക്കില്ല. അപ്പം ആ സമയത്തൊന്നും ഇതില്ലായിരുന്നു. പിന്നെ ഇതിന്റെ അകത്ത് നമ്മള് രാസവളമായിട്ട് കൊടുത്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ SOP ഈ രണ്ടുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതല്ലേ? അതായത് സുഹൃത്തുക്കളെ ഈ തണ്ണിമത്തൻ കൃഷിയിൽ നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ അത്യന്താപേക്ഷിതമാണ്. വേറെ ഏത് ഇതുപോലെ വെള്ളരി കൃഷിക്കും വേണം അല്ലേ? വെള്ളരി കൃഷി. അതായത് ഇത് പടർന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ഈ തോട്ടത്തില് ഈ ഇറിഗേഷൻ അതായത് ഈ തണ്ണിമത്തൻ കൃഷിക്ക് ഇറിഗേഷൻ ഇല്ലാതെ പറ്റത്തില്ല അല്ലേടാ? വെള്ളരി കൃഷിക്കും പറ്റത്തില്ല. അതേപോലെ മത്തനും പറ്റത്തില്ല. അതായത് നെയ്ക്കുമ്പളത്തിനും പറ്റത്തില്ല. അതായത് ഈ 4 ഇനത്തിന് 4 ക്ഷമാമം ചെയ്യുവാണെങ്കിൽ ക്ഷമാമിനും അത് വേണ്ടി വരും. ക്ഷമാമം അല്ലേ? അതായത് ഈ ഡ്രിപ്പ് ഇറിഗേഷന്റെ അത്യന്താപേക്ഷിതമായ ഘടകമാണ്. നമുക്ക് കൃഷിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സൗകര്യം. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ ഈ കൃഷിഭവനിൽ നിന്ന് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് കാര്യങ്ങൾ അവർ വന്ന് ചേട്ടൻ ഈ കൃഷിത്തോട്ടം കണ്ടിട്ടുണ്ടോ? കൃഷിഭവനിൽ ചേട്ടൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാറുണ്ടോ? കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്കിടെ
2-3 കൃഷി ഓഫീസർമാർ തന്നെ ഇതിന്റെ അകത്ത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സഹായിക്കാറുണ്ട്. ഉപദേശങ്ങൾ തരാറുണ്ടോ? ഉണ്ട്. ഒന്ന് ആനന്ദ് സാറ്, പിന്നെ സിമോണി മാഡം, സുജിത്ത് സാറ് കോലഞ്ചേരിയിലുള്ള, ഇവരെല്ലാം എനിക്ക് നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ തരാറുണ്ട്. എന്താണേലും ഈ സുജിത്ത് സാറും അതുപോലെ ആനന്ദ് സാറിനൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഈ ചേട്ടന്റെ അടുത്ത് ഈ കൃഷിക്കാരന്റെ അടുത്ത് വന്ന് കാണാൻ, ഈ സഹിച്ചാന്റെ അടുത്ത് വന്ന് കാണാനും ഈ സഹിച്ചാണ്ട് വേണ്ട ഉപദേശങ്ങൾ ചെയ്തു കൊടുക്കുന്ന കൃഷി ഓഫീസർ എന്താണ് സ്മരിച്ച പറ്റുള്ളൂ. കാരണം അങ്ങനെ ഞാൻ പല തോട്ടത്തിൽ കൂടെ പോയിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കാര്യങ്ങൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു പൊതുവെ. കാരണം കൃഷി ഓഫീസർമാരെ ഇതുപോലെ തന്നെ കർഷകരുടെ അടുത്തേക്ക് വരവ് കുറവാണ്. പലയിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരാറില്ലെന്നാണ് പറയാറുള്ളത്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അവർ പഠിച്ചേക്കേണ്ട കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് അവർ തീർച്ചയായിട്ടും വരും. എന്താണ് ചേട്ടാ ഇത് എങ്ങനെയാ ഇത് ഈ വളപ്രയോഗം എങ്ങനെയാ ഇതിന്റെ അകത്തേക്ക് ഈ ഡ്രിപ്പ് ഇറിഗേഷനെ നമ്മൾ വളമിടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാമോ? വളമിടുന്ന കാണിച്ചു തരാം. നമ്മുടെ ട്രിപ്പിന്റെ അകത്ത് ഇന്ന് രാവിലെ ഇപ്പൊ നമ്മളൊരു ചെറിയ വളം കൊടുത്തിട്ടിരിക്കുക. നമ്മൾ ഈ തോട്ടത്തിൽ കൂടെ സുഹൃത്തുക്കൾ നടക്കുമ്പോണ്ടല്ലോ ഇതുണ്ട്, ജസ്റ്റ് ഇങ്ങോട്ട് നോക്കി എല്ലാ മുട്ടിനും ഇതുണ്ട്, മുട്ടിന് കായുണ്ട്. നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇതുണ്ടോ, ഇതൊരു കായാണ്, അതുപോലെ തന്നെ ഈ കാണുന്ന കായാണ്. അപ്പോൾ എല്ലാ മിക്ക മുട്ടിനും കായുണ്ട്. ഇതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയേ, ഇത് കായുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ട, സൂക്ഷിച്ച് എടുത്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വിളവുകൾ തന്നെയാണ് പോകുന്നത്. നല്ല കണ്ണ് കുളിരുന്ന കാഴ്ചകളാണ് കേട്ടോ സുഹൃത്തുക്കളെ. അതായത് ഇതിന് വളം ഇടുന്ന എങ്ങനെ, ഡ്രിപ്പ് ഇറിഗേഷൻ വഴി എങ്ങനെ വളം ഇടുന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെഞ്ചറി പൈപ്പാണ് കൊടുത്തേക്കണേ. ഇതിന്റെ അകത്ത് 2 ഇഞ്ച് വെഞ്ചറിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വെഞ്ചറി പൈപ്പ് എന്ന് പറഞ്ഞാൽ പൈപ്പിന്റെ ഈ ഇരിക്കുന്ന ബ്ലാക്ക് പൈപ്പിന്റെ പേരാണ് വെഞ്ചറി പൈപ്പ്. അതായത് സുഹൃത്തുക്കളെ ഈ പൈപ്പിന്റെ പേരാണ് വെഞ്ചറി പൈപ്പ് അല്ലേ? വെഞ്ചറി പൈപ്പ്. അതായത് ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് 2 ഇഞ്ചിന്റെ പൈപ്പാണ് അല്ലേടാ? 2 ഇഞ്ചിന്റെ പൈപ്പ് തന്നെ, പിന്നെ 1.5 ഇഞ്ചിന്റെ പൈപ്പ്. അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ വെഞ്ചറി പൈപ്പ് കൊടുത്തു അല്ലേ? 2 ഇഞ്ചിന്റെ വെഞ്ചറി പൈപ്പ് കൊടുത്തു. അവിടെ നിന്ന് ഇവിടുന്ന് ടാപ്പ് കൊടുത്തു. വീണ്ടും നാനമാക്കി. ഇതുപോലെ നമ്മൾ ഇതിപ്പോൾ വളം കൂട്ടാനായിട്ടുള്ള മിക്സ് ചെയ്യാനായിട്ടുള്ള വെള്ളം ഈ വെഞ്ചറി പൈപ്പ് വഴി നമ്മൾ താഴത്തേക്ക് വരും. വെള്ളം എടുക്കുന്നല്ലേ? അതെ, ഏത് വെള്ളം മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഇതിന്റെ അകത്തോടെ വരും. ഇതിന്റെ അകത്തോടെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ പെട്ടെന്ന് തന്നെ ഇത് ഫുട്ബോൾ വിട്ടാക്കുന്നതിന്റെ ഫുട്ബോൾ വിട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇതിന്റെ അകത്തോടെ വലിച്ചു കയറും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇതിന്റെ അകത്ത് ഇതിപ്പോ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇങ്ങോട്ട് പിടിച്ചു. ഇതുണ്ടോ, എയർ ആണ് ഇപ്പൊ കയറി പോണത്. ഇപ്പൊ വെള്ളം ഇതിന്റെ അകത്തേക്ക് പിടിച്ചു. അതായത് ഈ ടാപ്പ് ഒന്നോട് ഓണാക്കി കാണിച്ചു, നമ്മുടെ പ്രേക്ഷകരെ ഒന്നോട് കാണിച്ചു കൊടുത്തേട്ടാ. ഇതുണ്ടോ, ഇപ്പൊ മോട്ടർ ഓണാണ് ഇതിലെ. അതായത് മോട്ടർ പ്രവർത്തിച്ചിട്ട് ഇതിലെ വെള്ളം ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓഫ് ചെയ്തോടെ അല്ലേ? അടച്ചത് പകുതി ക്ലോസ് ചെയ്യണം, ഫുള്ളായിട്ട്. അപ്പൊ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഈ വെള്ളം, ബാലൻസ് ഉള്ള വെള്ളം ഇതിലൂടെ കയറി വരുമ്പോൾ ഇവിടെ ഒരു നല്ല പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ആ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പം ഈ വെള്ളം ആ പ്രഷർ ഉപയോഗിച്ച് സക്ക് ചെയ്ത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് പകുതി നമ്മൾ അടയ്ക്കുക. അതെ, അന്നേരം ഓട്ടോമാറ്റിക് ഇത് പ്രഷർ വരും ഇതിന്റെ അകത്ത്. അപ്പൊ ഇത് ഈ ഫുട്ബോൾ വഴി വെള്ളം ഇങ്ങോട്ട് വലിച്ചെടുക്കും. ഇതുണ്ടോ, ഇതിപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പൊ എയർ ആണ് പോണേ. ഇനിയിപ്പോ വെള്ളം കയറി വരുമ്പോൾ ഇതുണ്ടോ നല്ല സ്പീഡിൽ ആ സാധനം പൊക്കിയോട്ടേടാ. കുഴപ്പമില്ല. ഇല്ല സുഹൃത്തുക്കൾ, ഇതാട്ടോ ഇതിന്റെ ഫുട്ബോൾ സംഭവങ്ങള്. ഇതിന് വളം വലിച്ചെടുക്കുന്നതാണ്. ഇതിന്റെ അകത്തോടെയാണ് വളം ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. ഇതിന്റെ അകത്തോടെ നമ്മൾ ഈ പറഞ്ഞ ജൈവവളം ഇതിന്റെ അകത്തേക്കാണ് കുറേശ്ശെ അരിച്ച് വെള്ളം ലിക്വിഡ് ആയിട്ട് ഇട്ട് കൊടുക്കും. അരിച്ചിട്ട് വെള്ളം ലിക്വിഡ് ആയിട്ട് ഇതിന്റെ ഒഴിച്ചു കൊടുക്കും അല്ലേ? അതെ. ഇതിപ്പം 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ ആ വെള്ളം മൊത്തം തീർന്നു പോകും. വെള്ളം മൊത്തം തീർന്നു പോകും അല്ലേ? കാണിച്ചു തരാം. ഇതുകൊണ്ട് വെള്ളം തീർന്നു പോകുന്ന നോക്കിയോ, ഇതുകൊണ്ട് പറ്റിപ്പോവാണ്. ഇതിനകത്തോടെ ഇപ്പോൾ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കും കേട്ടോ. അതായത് വളം നിങ്ങൾ സങ്കല്പിക്കുക, ഇതിനകത്ത് വളം ഇട്ട് കൊടുക്കുന്ന സങ്കല്പിക്കുക. അപ്പൊ നമ്മുടെ മനയുടെ കൂടെ നമുക്ക് വളവും ചെല്ലും. അതായത് പൂരവും കാണാൻ താലി പിടിക്കാം. അതെ, ഉണ്ടോ ഈ വെള്ളം കംപ്ലീറ്റ് വെള്ളം പറ്റി കേട്ടോ. ഉണ്ടോ, കംപ്ലീറ്റ് കയറി പോണോ. അതാണ്, അത്രേ ഉള്ളൂ. അത് വീണ്ടും ഒന്നുകൂടെ പറയാം, ഈ 2 ഇഞ്ചിന്റെ പൈപ്പ് ഈ തോട്ടത്തിന്റെ, ഈ 1 ഏക്കർ തോട്ടത്തിന് നടുക്ക് വന്നിരിക്കുന്നു. അല്ലെ, ടീ കണക്ക് കൊടുത്തേക്കണം നമ്മൾ. ടീ പോലെ അല്ലേ? അതിന്റെ സൈഡിൽ കൂടെ സബ്മൈൻ ആയിട്ട് 2-1.5 ഇഞ്ച് ഇവിടുന്ന് ഈ പൈപ്പ് ഇങ്ങനെ പോയിട്ട് കൃത്യം ആ പ്ലാവ് നിൽക്കുന്നതിന്റെ അവിടെ പോയി. അവിടുന്ന് ഇങ്ങനെ ടീ കണക്ക് 2 ഇഞ്ചിന്റെ പൈപ്പ് കൊടുത്തേക്കണം. 2 ഇഞ്ചിന്റെ ഇത് ഇങ്ങനെ സബ്മൈൻ ആയിട്ട് 1.5 ഇഞ്ചിന്റെ പൈപ്പ് 2 സൈഡിലേക്കും കൊടുത്തേക്കണം. അതല്ലേ?
ചേട്ടാ ഇത്ര ഈ ഇറിഗേഷൻ ചെയ്യുന്നതിന് ഇത്രയും പൈപ്പിന് മൊത്തം എന്നെ മുടക്കായി ചേട്ടാ? ഇത്രയും പൈപ്പിന് മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ കടയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ സംഭവം എന്ന് പറയാം, അത് ഫിൽറ്ററാണ്. വെള്ളം ഫിൽറ്റർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ആ ഹോൾ ഒരു കാരണവശാലും ബ്ലോക്ക് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, അതായത് സുഹൃത്തുക്കളെ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നാനോ ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, ചെറിയ പൈപ്പിൻ്റെ അകത്തോടെ ചെറിയ ഹോൾ, അതായത് ഈ ചെടിയുടെ ചോട്ടിലേക്ക് ചെല്ലാനായിട്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ഫിൽറ്ററാണ്. ഈ പൈപ്പിൽ കൂടെ വന്നെ എന്തെങ്കിലും വേസ്റ്റോ സംഭവങ്ങളോ പൊടിയോ കരടോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഫിൽറ്റർ ചെയ്തിട്ട് കരടിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് നമ്മൾ എടുത്തു കളയേണ്ട ഒരു വേസ്റ്റ് എടുത്തു കളയേണ്ട അല്ല, ഇത് നമുക്ക് അതിന്റെ അകത്ത് ഫിൽറ്റർ ക്ലീൻ ചെയ്ത് വെക്കാവുന്നതാണ്. അതെ, എത്ര ദിവസം കൂടും ക്ലീൻ ചെയ്യണം? ഞാനിപ്പോൾ ഒരു 3-4 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും ഈ ഫിൽറ്റർ ഊരിയിട്ട് അത് ക്ലീൻ ചെയ്ത് വെക്കും. ഇതിങ്ങനെ അഴിക്കുവാണത്. ഇപ്പൊ മോട്ടർ ഇട്ടേക്കണ കാരണം അഴിക്കാനായിട്ട് സാധിക്കില്ല. ഈ 1.5 ഇഞ്ചിന്റെ ഫിൽറ്റർ നമ്മൾ അഡീഷണൽ കൊടുത്തേക്കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടർ 2 HP സിംഗിൾ ഫേസ് പ്രവർത്തിക്കുന്ന ഒരു മോണോ ബ്ലോക്ക് മോട്ടറാണ്. അപ്പൊ നല്ല വെള്ളം ഇതിന്റെ അകത്തോടെ വരും. അത് കാരണമാണ് ഈ 2 ഫിൽറ്റർ നമ്മൾ പാരലായിട്ട് കൊടുത്തേക്കണം. അതല്ലേ, ഇതും ഫിൽറ്ററിംഗ് ആണ്. അത് ഫിൽറ്റർ തന്നെയാണ്. ഇത് അതും ഫിൽറ്ററിംഗ്. അത് 1.5 ഇഞ്ചിന്റെ ഫിൽറ്റർ, അത് 2 ഇഞ്ചിന്റെ ഫിൽറ്റർ. അതല്ലേ, ഓക്കെ, നമുക്ക് അങ്ങോട്ട് മാറാം. എനിക്ക് ഒരു 4500 വാഴയുണ്ട്, ഏത്തവാഴ. 4500 ഏത്തവാഴ ഉണ്ടല്ലേ? അതെ. അത് ഏതേനോ നട്ടാക്കുന്നത്? അത് ഞാൻ മേട്ടുപ്പാളയവും സ്വർണ്ണമുഖി അതുപോലെ തന്നെ ഞാലിപ്പൂവ്. ഇപ്പൊ നട്ടിട്ട് എത്ര കാലമായത്? ഒരു ട്രിപ്പ് വിളവെടുപ്പ് നടന്നു. മേട്ടുപ്പാളയത്തിന്റെ ഒരു ട്രിപ്പ് വിളവ് കഴിഞ്ഞു. ഒരു കൊല വെട്ടിപ്പോയോ? ഒരു ട്രിപ്പ് കൊല വെട്ടിപ്പോയി. പക്ഷെ നിർഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തവണ കായ്ക്ക് വിലയില്ല. അതായത് കൃഷിക്കാരന്റെ അവസ്ഥ. അതായത് ചേട്ടന് ഇപ്പം എത്ര വാഴയാണെന്ന് പറഞ്ഞേട്ടാ? 4500 ഏത്തവാഴ മേട്ടുപ്പാളയം നട്ടതാണ്. സുഹൃത്തുക്കളെ, ഒരു അടിസ്ഥാന വിലയില്ല കർഷകന്റെ അവസ്ഥ. ഏത് തോട്ടത്തിൽ കൂടെ പോയി കഴിഞ്ഞാലും പറയുന്നത്, അതായത് വിളവെടുക്കേണ്ട വരുമ്പോൾ പച്ചക്കറികൾക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല വൃക്ഷങ്ങൾക്കെല്ലാം, അതായത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ കൊടുക്കുന്ന സാധനങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാന വിലയില്ല. ചേട്ടാ, ഒരു അടിസ്ഥാന വിലയുണ്ടെങ്കിൽ നമുക്ക് ഒരു 40 രൂപ പിടിച്ചിരിക്കാൻ വില. 40 രൂപ വെച്ച് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ലാഭകരമായിരുന്നു. 40 താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം തന്നെ. എന്റെ ഒരു വാഴയ്ക്ക് 225 രൂപ കൃത്യമായിട്ട് മുടക്ക് വന്നേക്കണേ. അത് മനസ്സിലാക്കണം. അതായത് ഒരു വാഴയ്ക്ക് 225 രൂപ മുടക്ക് വന്നു. അപ്പൊ ഒരു കൊല ഇപ്പൊ ഈ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കൊല കൊടുത്തു കഴിഞ്ഞാൽ എന്നാ കിട്ടും ചേട്ടാ? ഇപ്പം ഈ സമയത്ത് വില പതുക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ വാഴക്കൊല തീർന്നു. തീർന്നല്ലേ? അതെ. അപ്പൊ ഈ 225 രൂപ താഴെയല്ലേ കിട്ടുള്ളൂ വിലക്കുറവാണെങ്കിൽ? വിലക്കുറവാണെങ്കിൽ അത്ര കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് 20 രൂപ 15 രൂപയ്ക്കുള്ളിൽ എടുക്കുമോ? അല്ല, കൊല ഉൽപാദനം ഉണ്ടായിരുന്നു, കൊല ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ 22 കിലോ വരെയുള്ള കൊലകൾ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ആവറേജ് എല്ലാം 18, 20 ആ രീതിയിലുള്ള കൊലകളാണ് കിട്ടിയേക്കണം. വണ്ടിക്കൂലി കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ശരിക്കും മുടക്കുമ്പോൾ മാത്രം കിട്ടിയിട്ടുണ്ട്. നഷ്ടത്തിലേക്ക് വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ അകത്ത് പോയിട്ടുണ്ട് ഒരു 600 വാഴ കാറ്റത്ത് പോയി. ജനുവരിയിൽ ഓർക്കാതെ പെയ്ത ഒരു മഴയത്ത്. അതെല്ലാം അവിടെ കൂട്ടിയിട്ട് നമുക്കൊരു വില നോക്കുമ്പോൾ നമുക്ക് ഞാൻ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു വാഴ. ഇൻഷുറൻസിന്റെ പൈസ ഏതെങ്കിലും സമയത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇൻഷുറൻസിന്റെ പൈസ തരുന്നവർ പറയുന്നുണ്ടോ? അല്ല, അത് തരുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ വാഴ ഇൻഷുർ ചെയ്തിട്ടില്ല. സുഹൃത്തുക്കളെ, നമ്മള് ഈ ചേട്ടന്റെ പുരയിടത്തിൽ ഒരു ഗോൾഡൻ ബറി 2-3 ഗോൾഡൻ ബറി ഉണ്ടായിട്ട് വന്നിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ ചേട്ടാ. കായടപ്പുണ്ട്. അത് ഈ ഗോൾഡൻ ബറി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കിളുത്തു വന്നാണ്. അതായത് ഈ ഗോൾഡൻ ബറി ഒക്കെ കിളുത്തു വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ജൈവ വളങ്ങൾ മാത്രമാണ് ചേട്ടൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിന്റെ പ്രധാന തെളിവാണ് ഗോൾഡൻ ബറി ഉണ്ടായി വന്നത്. അവിടെ അകത്തും ഉണ്ടായി വന്നിട്ടുണ്ട്. ഗോൾഡൻ ബറി നിങ്ങൾക്ക് നെറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ഞാൻ ഗോൾഡൻ ബറിയുടെ അടുത്ത ദിവസം തന്നെ ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ ഇവിടുന്ന് തന്നെ എടുക്കാം അല്ലേ ചേട്ടാ? അതെ, എടുക്കാം. വേറെ അങ്ങേ സൈഡിൽ വേറെ ഒരു ഇനമാണ്. അതായത് ഈ ഭാഗത്തേക്കൊക്കെ, അതായത് ഈ ടൈപ്പ് ഇതാണ്. ഈ ടൈപ്പാണ് ഈ ഭാഗത്ത് കിടക്കുന്നത്. ഇതുപോലെ എല്ലാം മുട്ടിന് കിരണാണ്. ഇത് കിരൺ ഇനത്തിൽപ്പെട്ടതാണ്. അതായത് ഈ വീഡിയോ കാണുന്ന നല്ലവരായ പ്രേക്ഷകരോട് ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചേട്ടന് ഇവിടെ തൊടുപുഴയിൽ നിന്ന് 12 കിലോമീറ്റർ ഉള്ളൂ ഈ ചേട്ടൻ്റെ ഈ കൃഷി സ്ഥലത്തേക്ക്. ഈ ചേട്ടൻ ഡയറക്റ്റായിട്ട് ഇവിടെ തന്നെ ഇത് ഒരു 10 ദിവസം കഴിഞ്ഞാൽ പറിക്കാറാവുന്നു അല്ലേടാ? 10 ദിവസം കഴിഞ്ഞാൽ പറിക്കാറാവില്ല. നമുക്കിത് മൊത്തം പറിക്കാറാവണമെങ്കിൽ ഒരു 80 ദിവസം അല്ലെങ്കിൽ 77 ദിവസമാണ് വേണ്ടത്. ആ ദിവസങ്ങളിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് എന്നാണെങ്കിലും മെയ് മാസം പകുതിയോട് കൂടിയിട്ട് ഇത് കംപ്ലീറ്റ് പറിക്കാറാവും. മെയ് മാസം പകുതിയോട് കൂടി ഇവിടുത്തെ വിളവ് എടുക്കാനായിട്ട് തുടങ്ങും. അത് അപ്പം ചേട്ടൻ ഇവിടെ ഡയറക്റ്റ് സെല്ലിങ് കാര്യങ്ങളൊക്കെ അല്ലേ ചേട്ടാ? അതായത് ഞാൻ ചേട്ടനോട് ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു, നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഞാൻ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം. ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ചേട്ടന്, അതായത് കടക്കാരാണെങ്കിലും അതുപോലെ തന്നെ വേറെ ഇപ്പം ബാംഗ്ലൂരൊക്കെ പോകുന്നവരൊക്കെയാണ് ഇവിടുന്ന് വണ്ടിയായിട്ട് വന്നിട്ട് ഇവിടുന്ന് സംഭവം മേടിച്ച് അവിടെ പരിചയമുള്ള കടകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാം അല്ലേ? പ്രത്യേകിച്ച് എടുത്ത് പറയും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. ഇപ്പം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കണ്ടു ചേട്ടാ, ഈ തണ്ണിമത്തലിലേക്ക്
ഈ കളർ കയറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് അതിന്റെ വിശ്വാസം ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ വിശ്വാസമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തണ്ണിമത്തന്റെ അകത്ത് അങ്ങനെ ചെയ്യാൻ ഇതിന്റെ അകത്ത് എങ്ങനെ കളർ കയറ്റുന്നതെന്ന് എനിക്കറിയില്ല. അതായത് ഇത് കർഷകനെ ശരിക്കും പറഞ്ഞാൽ തകർക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശത്തിന്റെ പുറത്ത്, അതായത് എല്ലാം കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും വില കുറയ്ക്കാനായിട്ട് ഇതിന്റെ അകത്ത് കളർ ചേർക്കുന്നു, സിറിഞ്ച് ഉപയോഗിക്കുന്നു, കുത്തി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ ഏട്ടാ? അങ്ങനെ പല പല കിംവദന്തികൾ ഇറക്കിയിട്ട് കർഷകനെ ഏതെല്ലാം രീതി തകർക്കാവോ അതുപോലെ തകർക്കാനും അതുപോലെ കർഷകനെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ വില കുറയ്ക്കാനുമാണ് നോക്കുന്നത്. നമുക്ക് അങ്ങേ സൈഡിലേക്ക് പോകാൻ സുഹൃത്തുക്കൾ. അവിടെ വേറെ ഇനം, അത് ഏതിനാണ് ഏട്ടാ? അത് രണ്ട് കമ്പനിയുടെ വിത്താണെന്നുള്ളൂ, രണ്ടും കിഴങ്ങ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. ആ നട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മൂക്കനനുസരിച്ച് അത് കളർ മാറുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതല്ലേ? മൊത്തം ഏത് സമയത്ത് ഇത് പൂവിടുന്നത്? ഏത് സമയത്ത്? രാവിലെയാണോ പൂവിടുന്നത്? അല്ല, രാവിലെ പൂ വിടർന്നു വരും. അതല്ലേ? അപ്പൊ രാവിലെ കാണുമ്പോൾ തോട്ടത്തിലേക്ക് വരുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഉണ്ട്, നിറച്ച് തേനീച്ചകളായിരിക്കും. ആ, തേനീച്ചകളല്ലേ? നിറച്ച് തേനീച്ചകളാണ് ഈ പരാഗണം നടത്തുന്നത്. നിറച്ച് തേനീച്ചകൾ. ചെറുതേനീച്ച. ഞാനിവിടെ മണിക്കൂറുകളോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അതെ, ഈ ചെറുതേനീച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിക്കാരനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വേറെ പെയിന്റ് അടിക്കുമ്പോൾ എവിടെയെങ്കിലും ചെറുതേൻ്റെ പൊത്തുണ്ടെങ്കിൽ ചേട്ടാ ഇപ്പം എവിടെയാണെങ്കിലും ഞാൻ പല സ്ഥലത്തും കാണാറുണ്ട്, അത് പുട്ടി വെച്ചാൽ അത് അടച്ചു കളയും. കാരണം അത് കർഷകനെ എത്ര മാത്രം സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് കാരണം ആരും ഈ ചെറുതേനീച്ചയുടെ കൂടെ കണ്ടു കഴിഞ്ഞാൽ പുട്ടി വെച്ച് അടച്ചു കളയില്ല കേട്ടോ. മാക്സ് സംരക്ഷിക്കണം. അത് ഇതിപ്പോ ഒരു ശരിക്കും ബോൾ കണക്കുള്ള ഒരെണ്ണമുണ്ടോ കൂട്ടുകാരെ? ഇത് വേറെ ഒരു വെറൈറ്റി ആണിത്. ഇത് ബോൾ കണക്കാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഇതിന് പകുതി ഇങ്ങോട്ട് ഈ ടൈപ്പാണ് ചേട്ടാ. പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഈ ടൈപ്പാണ് വന്നത്. അതല്ലേ ചേട്ടാ? ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിടാനായിട്ടാണ് സംഭവം. ഈ വെള്ളം ഇത് നമ്മൾ ഈ വാൽവ് കൊടുത്തേക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു പോർഷൻ നനഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വാൽവ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അടുത്ത പോർഷൻ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ. നിലവിൽ മൊത്തത്തിൽ വെള്ളം ചെല്ലുന്നുണ്ട്. അതല്ലേ? ഇതുണ്ടോ? ഒന്ന് കാണിച്ചു കൊടുത്തേട്ടാ. ഇതുണ്ടോ? ഇത് കൂട്ടുകാരെ, ഇത് ശരിക്കും കുളിർമയുള്ള കാഴ്ചകളാണ്. ശരിക്കും ഇത് പാകമാകണം വരെ ഇതിന്റെ കായും തണ്ടും അനങ്ങരുതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതെ, നമുക്ക് സ്പർശിക്കരുതല്ലേ ഇതിലെ കായും ആ കിടക്കണ ഞാൻ ഇപ്പം അരമണിക്കൂർ ആകാറായി തോന്നുന്നു. അരമണിക്കൂർ ആകാറായി. നമ്മൾ വാച്ചിൽ കൈ നോക്കിയിട്ടാണോ ഇത് ഇല്ല, അങ്ങനെ നോക്കാറില്ല. എന്നാൽ ഞാൻ ഇടയ്ക്ക് നോക്കാറുമുണ്ട്. രാവിലെയും വൈകിട്ടും നനയ്ക്കാറുണ്ട്. ഇതുണ്ട്, ഈ ചെടിയുടെ ചോട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ തളം കെട്ടി കിടക്കണം. ഇങ്ങനെ തളം കെട്ടി കിടക്കണം. എന്ന് കഴിഞ്ഞാൽ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുള്ളൂ. അതന്നല്ലേ മണ്ണ് ശരിക്കും. നമ്മൾ എത്ര കോരി നനച്ചു കഴിഞ്ഞാൽ മോട്ടർ അല്ല, കോരി നനയ്ക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അകത്തോടെ നടക്കാൻ പറ്റില്ല. നടന്നാലോ ഈ ചെടിയുടെ തണ്ട് അനങ്ങുമോ കായ അനങ്ങുമോ ചെയ്ത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നുള്ളതാണ് എൻ്റെ അടുത്ത് അവർ പറഞ്ഞിരിക്കണേ. തീർച്ചയായിട്ടും കൃഷി ഓഫീസർമാർ പറഞ്ഞേക്കണേ അത് അനക്കരുത്, അതിൻ്റെ അകത്ത് കയറി നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കൃഷിക്ക് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇറിഗേഷൻ നടത്താനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിലും ചേട്ടനെ ഇതിനെ സംബന്ധിച്ച് ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാൽ. ഞാനാണ് ഇടുക്കി ജില്ലയിൽ ഫസ്റ്റ് ട്രിപ്പ് ഇറിഗേഷൻ സർക്കാരിൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ട് ചെയ്തത്. സർക്കാരിൻ്റെ സബ്സിഡി വാങ്ങിച്ചുകൊണ്ട് ചെയ്ത വ്യക്തി ഞാനാണ് ആദ്യമായിട്ട്. അതെല്ലേ? എനിക്ക് 1.5 ലക്ഷം രൂപ. ചേട്ടനെ കാണാനും പരിചയപ്പെടാനും പറ്റിയ ഒത്തിരി ജനങ്ങൾക്ക് ഒത്തിരി ഉപകാരങ്ങൾ ആകുന്നുള്ള കാര്യത്തൊട്ട് സംശയമുള്ള കാര്യം. അതുപോലെ തന്നെ ട്രിപ്പ് ഇറിഗേഷൻ്റെ കാര്യങ്ങൾ നമുക്കിടെ കൃഷി ഓഫീസുകളിൽ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കാറുണ്ട്. ട്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള. ഈ വാഴയ്ക്കൊക്കെ ചെയ്യാറില്ലേ? വാഴയ്ക്ക്, എൻ്റെ ഏത്തവാഴയ്ക്കാണ് ഞാൻ ഫസ്റ്റിലെ ചെയ്തത്. ഈ ഏത്തവാഴയ്ക്ക് മൊത്തം ചെയ്തിരിക്കുകയാണ്. അതൊരു 4 ഏക്കറോളം ഉണ്ട്. 4500 വാഴയുണ്ട്. പൈനാപ്പിൾ തോട്ടത്തിൽ ചെയ്യാറുണ്ട് ചേട്ടാ? പൈനാപ്പിൾ തോട്ടത്തിൽ ഞാൻ ചെയ്തിട്ടില്ല നിലവിൽ ഇതുവരെ. വളരെ ഉപകാരമായിരിക്കും. ഈ വേനൽക്കാലത്തുണ്ടാകുന്ന കിട്ടും. അപ്പൊ ഈ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണമായിട്ട് തെങ്ങിനൊക്കെ ചെയ്യും അല്ലേ? തെങ്ങിന് ചെയ്യും. തെങ്ങിനെ ഇപ്പൊ ഞാനിപ്പോ ഒരു 25-50 സ്ഥലത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ല വരെ പോയി ഞാൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മള് ഹൈറേഞ്ചിലെ കഞ്ഞിക്കുഴിയിൽ ഇങ്ങനെ 1-2 പേര് വന്ന് നോക്കിയിട്ട് ഇട്ടിട്ട് പോയ തോട്ടം ഞാൻ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. അവക്കാഡോ തൈ 500 അവക്കാഡോ തൈ ആ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റംബുട്ടാൻ തോട്ടത്തിൽ ചെയ്യുന്നുണ്ടോ? റംബുട്ടാൻ തോട്ടത്തിൽ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. മംഗോസ്റ്റിനൊക്കെ ട്രിപ്പ് ഇറിഗേഷൻ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഈ വേനൽക്കുള്ള ചൂട് കാരണം നമുക്കിടെ റംബുട്ടാന്റെ കായെല്ലാം പിടിക്കാതെ പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരും. ശരിക്കും നനച്ചു കൊടുത്തില്ലെങ്കിൽ കാ പിടിക്കില്ല. സ്വാഭാവികമായിട്ടൊരു കുറച്ച് പൊഴിഞ്ഞു പോകും. അത് പ്രകൃതിയുടെ ഒരു രീതിയാണ്. വേറെയുള്ള സസ്യജാലങ്ങളെ അപേക്ഷിച്ച് ഈ ഫ്രൂട്ട്സ് ഇനത്തിൽ ഈ റംബൂട്ടാനും അതുപോലെ മംഗോസ്റ്റിനും
നന്നായിട്ട് ചൂട് നനഞ്ഞു കിടക്കണം അല്ലെങ്കിൽ പൊഴിഞ്ഞു പോകും. നമ്മൾ ഈ പറയുന്ന രീതിയിൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ചെടികൾക്ക് കൊടുക്കണമെങ്കിൽ ലുപ്തിച്ചിട്ട് കാര്യമില്ല. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റും. വെള്ളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യ ഘടകങ്ങളാണ്. വേനൽക്കാലത്ത് നല്ല രീതിയിൽ നമ്മൾ കർഷകൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വിളവ് കിട്ടണമെങ്കിൽ ശരിക്കും നനച്ചു കൊടുക്കണം. ഇറിഗേഷന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഇതിപ്പോൾ കണ്ടമായത് കാരണം നമുക്ക് കിണറുണ്ട്, പറ്റാത്ത കിണറുണ്ട്. അത് കാരണം നമുക്ക് ആ കിണറ്റിൽ നിന്നുള്ള വെള്ളം എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം അടുത്ത നാളുകളിൽ അതായത് ഇപ്പോൾ ഏകദേശം ഇത് ഫ്രൂട്ട്സ് പാകമായി വരുന്ന ഒരു പറിക്കുന്നതിന് നമ്മൾ 2-3 ദിവസം മുമ്പ് ഒന്നോടെ നമുക്ക് ഒന്നോടെ ഞാൻ ഈ തോട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഈ ചേട്ടന് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചേട്ടന് വിളിക്കാൻ, സംസാരിക്കാൻ, അതിന് എല്ലാ സംശയ ദൂരീകരണം ചേട്ടന് ചെയ്തു തരുന്നതാണ്. കാരണം ഇങ്ങനൊരു ഈ തോട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അത് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമാകുമല്ലോ. നമ്മുടെ നാട് ചെറുപ്പക്കാർക്ക് പുതിയതായിട്ട് കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർ വരട്ടെ. ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ട എൻ്റെ ഭാഗത്ത് എന്ത് സൗകര്യം, എന്ത് കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് ഈ സൈചേട്ടൻ പറഞ്ഞത്. ഇവിടെ വീട്ടുകാർ എളംപ്ലാശ്ശേരിയിലാണ്, അതായത് ഈ ഇവിടെ കശുമാഞ്ചോടാണ്, കപ്പിലാഞ്ചോടാണ് താമസിക്കുന്നത്. അതായത് തൊടുപുഴയിൽ നിന്ന് 10 പടിഞ്ഞാറേ കോടിക്കുളം കപ്പിലാഞ്ചോട്. തൊടുപുഴയിൽ നിന്ന് വരുവാണെങ്കിൽ 8 കിലോമീറ്റർ കൂടുതലില്ല അല്ലേ? മുതലക്കുളം വരുവാണ്. അതേ തൊടുപുഴ വെങ്ങല്ലൂര് ഇവിടെ മങ്ങാട്ടുകാല വന്നിട്ട് മുതലക്കുളം റൂട്ട് കുന്നം ഇടത്തോട് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ ഈ പറഞ്ഞ കപ്പിലാഞ്ചോടിന്. നമ്മളിപ്പോൾ ഈ തോട്ടം നിൽക്കുന്നത് പടിഞ്ഞാറേ കോടിക്കുളം ചന്ദ്രപ്പള്ളി ദേവി ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡാണ്. കോട്ടക്കവല എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ പാട്ടത്തിനടുത്ത് നട്ടിരിക്കുന്നതാണ്. തേക്കനാൽ എന്ന് പറഞ്ഞ വീട്ടിൽ. സുഹൃത്തുക്കളെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ തോട്ടത്തിൽ വിളവ് പറിക്കുന്നതിന് ഒരു 2 ദിവസം മുമ്പ്, അതായത് ഒരു 2 ദിവസം മുമ്പ് ഞാൻ ഈ തോട്ടത്തിൽ വരും. തോട്ടത്തിൽ വന്നിട്ട് ഒന്നുകൂടെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ അതിൻ്റെ വലുപ്പവും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. അതുപോലെ തന്നെ വാഴത്തോട്ടമുണ്ട്. അപ്പോൾ ഇത് ചേട്ടന് 4500ഓളം വാഴകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ തോട്ടവും കാര്യങ്ങളും അതിൻ്റെ കൃഷി രീതികളെല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നമസ്കാരം. മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ബൈ.